പറഞ്ഞ ഒന്നും മനസ്സിലായി. 2-3 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. വില്ലൻ എന്നൊക്കെ പറയുന്ന വാക്കുകൾ പോലും ഇല്ലാതിരുന്ന കാലത്താണ് ഈ സിനിമ അല്ലേ എടി? അങ്ങനെ ഷേക്സ്പിയർ നാടകങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അങ്ങനെയല്ല. എന്നാൽ നമ്മൾ സാധാരണ കാണുന്ന ദുഷ്ടകഥാപാത്രങ്ങളെ വില്ലൻ എന്ന് വിളിക്കുന്ന കാലം ഉണ്ടായിരുന്നു എനിക്കറിയണം. ഞാൻ അടുത്തടുത്ത് തിരിച്ചോട്ടാണ് അത്ര പരിപാടി. സിനിമയിൽ ആ കഥാപാത്രത്തിന് ഒരു മിസ്റ്ററി ഉണ്ട്, ഭയങ്കരമായ മിസ്റ്ററി ഉണ്ട്. അത് പക്ഷേ നമ്മളിവിടെ നിന്ന് ഇപ്പോൾ പറഞ്ഞാലും, നിങ്ങൾ സിനിമ കണ്ട് ആരോടെങ്കിലും പറഞ്ഞാലും അത് പിന്നീട് കാണാൻ പോകുന്ന ആൾക്കാരുടെ ഒരു ത്രില്ലാണ് ഇഷ്ടപ്പെട്ടു. ഇത് വില്ലനോ നായകനോ അങ്ങനെ സിനിമയിലുണ്ടോ? വില്ലനും നായകനോ ഒന്നുമില്ല കഥാപാത്രങ്ങളിൽ. അവർക്ക് എല്ലാത്തരം വികാരങ്ങളും ഉള്ളവരാണ്. പിന്നെ ഇത് ധർമ്മം അധർമ്മം അതൊന്നും ഉള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താം. ഒരു കലാസൃഷ്ടിക്ക് എപ്പോഴും പ്രേക്ഷകനിലാണ് കൂടുതൽ അതിൻ്റെ ആസ്വാദനം കൂടുക. സംവിധായകനോ കഥാകൃത്തോ അല്ലെങ്കിൽ നടന്മാർക്കോ ഉള്ളതിനേക്കാൾ കൂടുതൽ രസം അനുഭവിക്കുന്നത് പ്രേക്ഷകരാണ്. അതൊട്ടും കളയാതെ ചോരാതെ പോവുക എന്നുള്ളതാണ്, നോക്കുക എന്നുള്ളതാണ് സംവിധായകൻ്റെ. അത് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സിനിമ രസിക്കുക എന്നുള്ളത് പ്രേക്ഷകന്റെ കടമയാണ്, അവരുടെ തീരുമാനമാണ്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കുക. ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ്. സിനിമ ഇല്ലാതിരുന്നൊരു കാലമായിരിക്കും അല്ലേ? സിനിമ ഇല്ലാതിരുന്നൊരു കാലത്താണ് ഈ സിനിമ നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതുമല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറയ്ക്കൊട്ടും അനുഭവിച്ചിട്ടില്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് അതൊന്ന് കണ്ടറിയാം. പിന്നെ ഈ സിനിമ അതിന് പറ്റിയൊരു സിനിമയാണ്. ഒരു കാലം കൊടുത്തുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്കത് ഫീൽ ചെയ്യിക്കാനോ തോന്നുന്നത് കൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തത്. നമ്മൾ ഈ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്നു ആദ്യകാലം. അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രചോദനം ഉണ്ടായത്. പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ആളുകൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു നൊസ്റ്റാൾജിയല്ലേ, ഒരു അത് പല ബോളിവുഡ് സിനിമ ഫിലിം മേക്കേഴ്സിനും ഒക്കെ ഉണ്ട്. വലിയ സിനിമകളിൽ ഓസ്കാർ അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു 5-8 വർഷം മുമ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് 35 മമ്മിലെടുത്തത്. അപ്പോൾ അത് നമ്മൾ അത്രത്തോളം ആലോചിച്ചിട്ടല്ല, നമ്മുടെ ഒക്കെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്കും വേണ്ടേ വരണം, വേണ്ടേ? നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ ഔട്ട്ഫിറ്റ് അടിപൊളിയായിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? ഇവരെല്ലാവരും വൈറ്റ് ആൻഡ് ബ്ലാക്കും, ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റും ആണ്. പിന്നെ ഈ ചിത്രം ഒരു ടൈം ലൂപ്പാണ്. ടൈം ലൂപ്പാണ്. ട്രെയിലർ കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും, പക്ഷെ അത് ടൈം ലൂപ്പ് ഒന്നുമല്ല. പക്ഷെ അത് കുറച്ച് എക്സ്പെരിമെന്റൽ പരിപാടിയുണ്ട്. നിങ്ങളത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഈ ചിത്രത്തിന്റെ എന്താ അനൗൺസ്മെന്റിലും കാര്യങ്ങളും കണ്ടു. പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ മമ്മൂട്ടിയെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന എക്സൈറ്റ്മെന്റും പ്രേക്ഷകർക്കുണ്ട്. അതിലുപരി മമ്മൂക്കയുടെ മേക്ക് ഓവർ ആണ് യഥാർത്ഥത്തില് നമ്മളെയൊക്കെ എക്സൈറ്റ്മെന്റ് ചെയ്തത്. അതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഈ കഥ പറയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ അടുത്തൊരു ഇനീഷ്യൽ സ്കെച്ച് ഉണ്ടായിരുന്നു, ക്യാരക്ടർ സ്കെച്ച് ഉണ്ടായിരുന്നു. അത് ഞാൻ മമ്മൂക്കിക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവിടുന്ന് കുറച്ച് സ്ക്രിപ്റ്റ് റീഡിങ്ങിൻ്റെ ഡിസ്കഷനും അതിൻ്റെ ക്യാരക്ടർ ഡിസൈനൊക്കെ ആയി വരുമ്പോൾ തന്നെ ഒരുപാട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഒരു മേക്ക് ഓവർ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ്. ഇതൊരു പീരിയഡ് ഫിലിം ആയതുകൊണ്ട് കുറച്ചു കാലം മുമ്പ് നടക്കുന്ന കഥയായത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നാൽ രസമായിരിക്കും എന്ന് തോന്നി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഈ ക്യാരക്ടർ?